ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 503/2023 LDC ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന LDC എക്സാമുകൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഓപ്ഷൻ ബി ആണ് മാലിദ്വീപ്. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. 4 ക്ലൂ കൊടുത്തിട്ടുണ്ട്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, VP മേനോൻ ആണ്. VP മേനോൻ. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് കണ്ടെത്തുക. നാറ്റോയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ആണ്, ബ്രസൽസ്. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. കുറച്ച് സംഘടനകളും അവരെ സ്ഥാപകരുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 4ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ശരി. ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ, യോഗക്ഷേമ സഭ, VT ഭട്ടതിരിപ്പാട്. അടുത്ത 5ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്ത പ്രസ്താവന ഏതാണ്? മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഉൾപ്പെടാത്തത് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് എന്നതാണ് ഉൾപ്പെടാത്തത്. ബാക്കി 3ഉം ശരിയാണ്. ബംഗാളിലെയും രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. 3 പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ് എന്ന പ്രസ്താവന ശരിയാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇത് 3ഉം ശരിയാണ്. അപ്പം നമ്മുടെ ആൻസർ അനുസരിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? 1ാമത്തെയാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ 1ാമത്തെയാണ്. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക. ഞാനാണ് രാഷ്ട്രം, ലൂയി 14. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചൂടെ, മേരി ആൻ്റോണിയറ്റ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ബി ഏതാണ്? 2ഉം 3ഉം ശരി. എനിക്ക് ശേഷം പ്രളയം, ലൂയി 14. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചൂടെ, മേരി ആൻ്റോണിയറ്റ്. അപ്പോൾ ഈ 2 ശരി. അടുത്ത ചോദ്യം, അടുത്തത് 7ാമത്തെ ചോദ്യം, പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? 7ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഗോദാവരി. 8ാമത്തെ ചോദ്യം, പ്രൈം മെറീഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രൈം മെറീഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? 8ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗ്രീൻവിച്ച്. 9ാമത്തെ ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? 9ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒഡീഷ. 10ാമത്തെ ചോദ്യം, എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? 10ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, തെക്കേ അമേരിക്ക. 11, വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? അപ്പോൾ 4 കാറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കാൽവൈശാഖി, ലൂ, വാണിജ്യ കാറ്റുകൾ. മുകളിൽ കൊടുത്ത് ഒന്നുമല്ല എന്നാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ 11ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ലൂ ആണ് ആൻസർ. 12ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ, തൃശ്ശൂർ. 13ാമത്തെ ചോദ്യം, 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? 13ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ് ആൻസർ. അടുത്തത് 14ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെപ്പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്?
14ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഗ്രാമീണ അസമത്വം. ഇതാണ് ശരിയല്ലാത്തത്. 15 സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏതാ? 15ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. അതായത് വൈവിധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, അതേപോലെ കുറഞ്ഞ വേതന നിരക്ക്, ഇത് രണ്ടുമാണ് ആൻസർ എന്ന് പറയുക. ഓക്കെ. 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ, ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക്, വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിത്തറ, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക് എന്നതാണ് ആൻസർ, ശരിയല്ലാത്തത്. ഓക്കെ. 17ാമത്തത്, ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. ഇതാണ് അതിൻ്റെ ആൻസർ. 18ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടുത്താത്ത പ്രസ്താവന ഏതാണ്? നീതി ആയോഗിൻ്റെ ചുമതലകളിൽ പെടാത്തത് ഏതാണ്? അതിൻ്റെ ആൻസറും ഓപ്ഷൻ ഡി ആണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു എന്നതാണ് അതിൽ പെടാത്ത പ്രസ്താവന നീതി ആയോഗിൽ. 19ാമത്തെ ചോദ്യം, പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നതാർക്കൊക്കെ? അപ്പോൾ ആർക്കൊക്കെയാണ് നൽകുന്നത് എന്നാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏതാണ്? ഓൾ ഓഫ് ദ എബോവ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലകളിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ, ഇവർക്കൊക്കെ എന്ത് ചെയ്യും? ലീഗൽ സർവീസ് സൊസൈറ്റി സൗജന്യ നിയമസേവനം നൽകും. ഓക്കെ. അടുത്ത 21ാമത്തെ ചോദ്യം, മൗലിക കർത്തവ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? അപ്പം മൗലിക കർത്തവ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദ്യം. 21ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഒൺലി 1 and 2. അപ്പം 51A ഉൾക്കൊണ്ടിരിക്കുന്നു, ശരിയാണ്. ഭാഗം 3A അതും ശരിയാണ്. 22ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 22ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഒൺലി 2ഉം 3ഉമാണ് ശരി. എന്ന് വെച്ചാൽ നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുക. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏതെല്ലാമാണ്? അപ്പോൾ ഏതെല്ലാമാണ് അമേരിക്കയിൽ നിന്നും കടമെടുത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, ഒൺലി 2 and 3. മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ, ഇത് രണ്ടുമാണ് അമേരിക്കയിൽ നിന്ന് എടുത്തത് ഈ ഓപ്ഷൻ കൊടുത്തതിൽ. ഓക്കെ. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഇംഗ്ലീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ ഭരണഘടന ഇംഗ്ലീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതെല്ലാമാണ്? 24ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഒൺലി 2 and 3. കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. 25ാമത്തെ ചോദ്യം, ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? 25ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഒൺലി 1 and 3. സഞ്ചാര സ്വാതന്ത്ര്യം, അതേപോലെ സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. അടുത്ത ചോദ്യം, 26ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 26ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഒൺലി 1 and 2. കമ്മീഷനിലെ 5 അംഗങ്ങളാണുള്ളത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുക. 27, കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 27ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഒൺലി 1 and 3.
ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. മൂന്നാമത്തത് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. അടുത്ത ചോദ്യം 28. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 28ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. 3 പ്രസ്താവനയും അപ്പോൾ എന്താണ് ശരിയാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റു അംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അപ്പം 3ഉം ശരിയാണ്. 29. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഏത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 29ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, only 1 and 2 എന്നതാണ്. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണ്. ഇത് രണ്ടുമാണ് ശരിയെന്ന് പറയുന്നത്. അടുത്ത 30ാമത്തെ ചോദ്യം, ഭരണഘടനയിലെ 73ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അപ്പം 30ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, only 1 and 3. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ത്രിതല സംവിധാനം പ്രദാനം ചെയ്യുന്നു. ഇതാണ് 73ാം ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അടുത്തത് 31ാമത്തെ ചോദ്യം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 31ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൾ ഓഫ് ദ എബവ്. ഇപ്പം മുകളിൽ കൊടുത്തിരിക്കുന്ന 3 പ്രസ്താവനയും ശരിയാണ്. സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. 32ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 32ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, only 1 and 2. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. 33ാമത്തെ ചോദ്യം, ചുവടെ കൂടി ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 33ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നതെന്നാണ് ശരി എന്ന് പറയുന്നത്. അതേപോലെ 3ഉം ശരിയാണ്. അപ്പം only 1 and 3 ആണ്. സംസ്ഥാന ഭരണഘടനാ നിർവ്വഹണത്തിൻ്റെ തലവൻ ഗവർണറാണ്. ഈ 2 പോയിൻ്റാണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? 34ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ശരീര താപനില നിയന്ത്രിക്കുക എന്നത് ദഹനവുമായി ബന്ധപ്പെട്ടത് അല്ല. അടുത്ത 35ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? 35ന്റെ ആൻസർ നമ്പർ ഓപ്ഷൻ എ ആണ്, ഓസ്റ്റിയോപോറോസിസ്. 36ാമത്തെ ചോദ്യം, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഓപ്ഷൻ ബി ആണ്, മഴക്കാടുകൾ. അടുത്തത് 37, ഏതു തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? 37ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, അപൂരിത കൊഴുപ്പ്. 38, ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ CRISPR-Cas9 ഏത് മേഖലയിലെ പ്രതീക്ഷയാണ് നൽകുന്നത്? 38ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ക്യാൻസർ ചികിത്സ. 39, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? 39ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അയോർട്ട. 40, ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ്? 40ന്റെ ആൻസർ ഓപ്ഷൻ ബി, ഈഡിസ് ഈജിപ്റ്റി. 41, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, സ്വിറ്റ്സർലാൻഡ്. 42, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്ഥാനങ്ങൾ ശരിയായത് ഏതെല്ലാം? അപ്പം ത്വരണവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ശരിയായത് ഏതെല്ലാമാണെന്ന് ചോദ്യം. 42ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1 and 3. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യം ഉണ്ട്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്തത് 44ാമത്തെ ചോദ്യം,
താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദതരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. 44ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 2, 1, 3 ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓർഡർ. വായു, ശുദ്ധജലം, സമുദ്രജലം ഇതാണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുക. 45 ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര മടങ്ങാണ്? 45ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1%. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനുള്ള സ്ഥാപനം അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏതാണ്? 46ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്? 47ൻ്റെ ആൻസറും ഓപ്ഷൻ സി ആണ്, അമോണിയ. 48 കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? 48ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സിങ്ക്. 49 താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 49ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ എന്നതാണ് തെറ്റായ പ്രസ്താവന. 50ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏതാണ്? 50ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാംഗ്ലൂർ. 51 താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? 51ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രഗ്യാൻ. 52 കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ്? 52ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മിഴാവ്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ്? 53ൻ്റെ ആൻസർ ഓപ്ഷൻ ബി, രാമവർമ്മ അപ്പൻ തമ്പുരാൻ. 54 വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? 54ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, കഥകളി. 55 മഹാകവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ്? 55ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ആറ്റൂർ രവിവർമ്മ. 56 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏതാണ്? 56ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1973. 2023 അണ്ടർ 17 ഫിഫ ലോകകപ്പ് ആതിഥേയത്വം വഹിച്ച ഏത് രാജ്യമാണ്? 57ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്തോനേഷ്യ. 58 മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 58ൻ്റെ ആൻസർ ഓപ്ഷൻ സി, പ്രിയ എസ്. 59 സെൻസിറ്റീവായ ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ അത് ഏതിലാണ് പെടുന്നതെന്നാണ് ചോദ്യം. 59ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഫിഷിംഗ്. 60 പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങൾ ഏതാണ് നെറ്റ്വർക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? 60ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, റൂട്ടർ. 61 ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിൽ താഴെ പറയുന്നതിൽ ഏതാണ്? 61ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു 60 ചോദ്യം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.